ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, നോമ്പുകാല ധ്യാന ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈശോയുടെ മനുഷ്യാവതാരം, സഹനം, മരണം, ഉത്ഥാനം, ഈ മിശിഹാ രഹസ്യങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ആദ്യം വരണം. എന്തുകൊണ്ടാണ് ഈശോ മനുഷ്യനായി അവതരിക്കേണ്ടി വന്നത്? ഈശോ സഹിക്കേണ്ടി വന്നത്, മരിക്കേണ്ടി വന്നത്? അതിന് രണ്ട് കാരണങ്ങളിപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഒന്ന്, മനുഷ്യൻ്റെ പാപമാണ് അതിന് കാരണമായി തീർന്നത്. രണ്ടാമതായി, ദൈവത്തിൻ്റെ മഹാസ്നേഹവും കരുണയുമാണ് അവിടുത്തെ മനുഷ്യാവതാര രക്ഷാകര പ്രവർത്തികൾക്കുള്ള കാരണം. ചില ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, മനുഷ്യൻ പാപം ചെയ്ത് അധപതിച്ചില്ലായിരുന്നെങ്കിൽ പോലും ഈശോ ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിക്കുമായിരുന്നു എന്നാണ്. ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹം പ്രകടമാക്കാനും അവർ യേശുവിൻ്റെ ഈ ലോക മനുഷ്യാവതാര രഹസ്യങ്ങളിലൂടെ ആർജിക്കേണ്ട കൃപാനിറവ് ആർജിക്കാൻ അവരെ സഹായിക്കാനുമായി ഈശോ മനുഷ്യനായി അവതരിക്കുമായിരുന്നു എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്. മലയാളത്തിൽ ഈടുറ്റ ഗ്രന്ഥങ്ങൾ സംഭാവന ചെയ്ത ജെയിംസ് കിളിയനാനിക്കൽ അച്ഛൻ, താമരശ്ശേരി അച്ഛനാണ്. അച്ഛന് അങ്ങനെ ഒരു കാര്യത്തിലാണ് അച്ഛൻ്റെ ദൈവശാസ്ത്രപരമായിട്ടുള്ള പ്രബോധനം അച്ഛൻ നൽകുന്നത്. ഞാനത് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ചിന്തിച്ചിരുന്നു. ഈശോ മനുഷ്യാവതാരം ചെയ്യുന്നതിന് കാരണം മനുഷ്യൻ്റെ പാപം മാത്രമല്ല. ഇനി മനുഷ്യ പാപത്തിൻ്റെ ഫലമായി സംഭവിച്ചത് എന്താണെന്ന് ഞാനിപ്പോൾ ഒന്ന് ചിത്രീകരിക്കുകയാണെങ്കിൽ, ഇതാണ് മനുഷ്യ ജീവിക്കുന്ന ഈ ലോകം. പാപമില്ലാതെ ജീവിക്കുന്ന ഏദൻ തോട്ടത്തിലെ ആ പാപരഹിതാവസ്ഥയിൽ ഉണ്ടായിരുന്ന അവസ്ഥ. അവർ പാപം ചെയ്തപ്പോൾ അവർ അധപതിച്ചു, താഴേക്ക് വീണു. ഈശോ മനുഷ്യനായിട്ട് അവതരിച്ച് ഈ താഴേക്കിറങ്ങി മനുഷ്യൻ്റെ പാപമൊഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും അവനോട് പങ്കാളിയായി തീർന്ന് അവനെ പാപത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി പാടുപെട സഹിച്ച് മരിച്ചു. അത് ഈ താഴേക്കിറങ്ങൽ വേണ്ടി വന്നത് ഈ ഭൂമിയുടെ തലത്തിൽ നിന്ന് വീണ്ടും അതിനേക്കാളുപരിയായ ഒരു മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് താഴ്ന്നിറങ്ങിയത് നമ്മുടെ പാപം വഴിയാണ്. അല്ലെങ്കിലും ഈശോ തൻ്റെ സ്നേഹം പ്രകടമാക്കാൻ, പിതാവായ ദൈവം തൻ്റെ സ്നേഹം പുത്രനായ യേശുവിലൂടെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് പ്രകടമാക്കാനായിട്ട് പുത്രനെ അയക്കുമായിരുന്നു എന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ ചിന്തിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്ത ദൈവശാസ്ത്രജ്ഞന്മാരും ഉണ്ട്. ഏതായിരുന്നാലും ഈശോയുടെ ഈ സഹനത്തിൻ്റെയൊക്കെ കാരണം, സഹിച്ച് മരിക്കാൻ ഉണ്ടായ കാരണം നമ്മുടെ പാപമാണ്. അതിൽ നിന്ന് നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയിലേക്ക് വരാം. തുടർച്ചയായിട്ട് ചില ക്ലാസ്സുകളിലൂടെ ഓരോ ദിവസവും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കും. അങ്ങനെയാണ് പരിശുദ്ധാത്മ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഞാൻ ഒരു 5-8 വർഷം മുമ്പ് ഒരു പുസ്തകം എഴുതി, തലമുറകളുടെ ശാപം സത്യമോ മിഥ്യയോ എന്നൊരു പുസ്തകം. ശാപത്തെക്കുറിച്ചുള്ള എനിക്ക് കിട്ടിയ ചില ദൈവിക ഉൾക്കാഴ്ചകളും സഭയുടെ പ്രബോധനങ്ങളും തിരുവചനത്തിൻ്റെ അടിസ്ഥാനമെല്ലാം ഉപയോഗിച്ച് എഴുതിയൊരു പുസ്തകമാണത്. അതിൽ ഞാൻ പാപത്തെക്കുറിച്ചുള്ള 3 നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ നിർവചനമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് പാപം? രക്ഷിക്കാൻ വേണ്ടി സ്നേഹപൂർവം കരങ്ങൾ വിരിച്ച് മാടി വിളിച്ച് വരിക എന്ന് എന്നെ വിളിച്ച് എന്നെ ആശ്ലേഷിക്കാൻ, തൻ്റെ കൃപ എനിക്ക് സമൃദ്ധമായി നൽകാൻ, എന്നെ ഒരു നല്ല ദൈവ പൈതലാക്കി ഈ ലോകത്തിൽ വളർത്താൻ വേണ്ടി മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തോട് ഞാൻ നോ പറഞ്ഞിട്ട്, മധുരമോഹന വാഗ്ദാനങ്ങളുമായി എന്നെ നാശത്തിലേക്ക് മാടി വിളിക്കുന്ന സാത്താനോട് ഞാൻ യെസ് പറയുന്നു. അതാണ് പാപം. ഏറ്റവും ചുരുങ്ങിയ വാചകത്തിൽ ചുരുക്കി പറഞ്ഞാൽ, ദൈവത്തോട് നോ പറയുന്നു, സാത്താനോട് യെസ് പറയുന്നു. ദൈവം രക്ഷയിലേക്കാണ് നമ്മളെ മാടി വിളിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിലേക്ക് നമ്മൾ വളർന്നു വരാൻ വേണ്ടിയാണ് മാടി വിളിക്കുന്നത്. ദൈവത്തിൻ്റെ ക്ഷണം, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ,
അവിടുത്തെ സ്നേഹത്താലാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. സ്നേഹം മൂലമാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. അവിടുത്തെ സ്നേഹമാണ് നമ്മുടെയൊക്കെ സൃഷ്ടിക്ക് കാരണമായി തീർന്നത്. ആ സ്നേഹം ദൈവം നിരന്തരം നമുക്ക് ചൊരിഞ്ഞ് തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തരുന്ന ആ സ്നേഹം റോമ 5:5 വായിക്കുന്നു, നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ സ്നേഹം നമ്മിലേക്ക് ഒഴുകി വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ഭക്ഷണം ആവശ്യമാണ്, പ്രാണവായു ആവശ്യമാണ്, വെള്ളം ആവശ്യമാണ്, നിലനിൽപ്പിനും വളർച്ചയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിന് അതിൻ്റെ ഭക്ഷണം ആവശ്യമാണ്, നിലനിൽപ്പിനും വളർച്ചയ്ക്കും. ഈ ആത്മാവിൻ്റെ ഭക്ഷണത്തിനാണ് കൃപ അല്ലെങ്കിൽ ഗ്രേസ് എന്ന് പറയുന്നത്. അതിന് പല വാക്കുകളുണ്ട്, ഉപയോഗിക്കുന്നുണ്ട് ദൈവശാസ്ത്രത്തിൽ, ബൈബിളിലും. കൃപ, വരപ്രസാദം, ദൈവിക ജീവൻ. മറ്റൊരു വാക്കാണ് ദൈവസ്നേഹം, ദൈവ സാന്നിധ്യം, ദ വെരി പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവീകത, ദ വെരി ഡിവിനിറ്റി ഓഫ് ഗോഡ്. അത് ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ മനുഷ്യനായി ജീവിക്കാൻ, ദൈവ പൈതലായി ജീവിക്കാൻ ഈ കൃപ ആവശ്യമാണ്. എങ്കിലേ ആത്മാവ് ജീവനോടെ നിലനിൽക്കുകയുള്ളൂ, ജീവനിൽ വളരുകയുള്ളൂ, ദൈവൈക്യത്തിലേക്ക് ആത്മാവ് വളരുകയുള്ളൂ. അതുകൊണ്ട് സ്നേഹനിധിയായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമ്മിലേക്ക് ഈ സ്നേഹം നിരന്തരം ഒഴുക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. അത് എങ്ങോട്ടാണ് ഒഴുക്കി തരുന്നത്? നമ്മുടെ ആത്മാവിലേക്ക്. നമ്മുടെ ആത്മാവാണ് നമ്മിലുള്ള ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും സംവഹിക്കുന്ന ഇൻറ്റേർണൽ ഫാക്കൽറ്റി. ആന്തരികമായി നമ്മിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന, നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന, നമ്മിലിങ്ങനെ നിറഞ്ഞ് അത് നമ്മളെ പൂർണ്ണമായി ദൈവപൈതങ്ങളാക്കാൻ വേണ്ടി നിരന്തരമായി നമ്മെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആത്മാവിൽ കുടികൊള്ളുന്ന ദൈവം. 2 കൊരിന്ത്യർ 13:5 യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അപ്പം നമ്മിൽ സഹവസിക്കുന്ന, നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെ സക്രാരിയാക്കി നമ്മുടെ ശരീരത്തെ ദൈവാലയമാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവ്. അപ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മെ ദൈവ പൈതങ്ങളാക്കി പിതാവിൻ്റെ പൂർണ്ണതയിലേക്ക് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഈ ലോക ജീവിതത്തിന് ശേഷം, ആഫ്റ്റർ ദ എർത്ത്ലി സജേൺ, ഈ ലോക ജീവിത യാത്രയുടെ അവസാനത്തിൽ, പ്രഭാഷകൻ 17:2 പറയുന്നത് പോലെ ചുരുങ്ങിയ കാലം മാത്രം ദൈവം മനുഷ്യൻ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. ആ ചുരുങ്ങിയ കാലം കഴിയുമ്പോൾ, സങ്കീർത്തനം 139:16 പറയുന്നത് പോലെ, എനിക്ക് നിശ്ചയിക്കപ്പെട്ട നാളുകൾ കഴിയുമ്പോൾ എൻ്റെ ആത്മാവിനെ ദൈവം തിരിച്ചെടുക്കുന്നു. ആ തിരിച്ചെടുക്കുന്നത് ഒരു മനുഷ്യാത്മാവിന് ദൈവവുമായി ഐക്യപ്പെടാൻ, ദൈവത്തിൽ ലയിക്കാൻ, ദൈവവുമായി ഒന്നായി ചേരാൻ, ഏറ്റവും പരിപൂർണമായി അങ്ങനെ ആകാനുള്ള ഒരു ഭാഗ്യം നൽകിക്കൊണ്ട്, പൂർണ്ണമായി ദൈവൈക്യത്തിലാകാനായിട്ട് ഭാഗ്യം നൽകിക്കൊണ്ടാണ് ദൈവം നമ്മളെ തിരിച്ചെടുക്കുന്നത്. നാം സ്വർഗത്തിലെത്തുന്നുണ്ടെങ്കിൽ, നാം ദൈവത്തോട് ഐക്യപ്പെടുന്നുണ്ടെങ്കിൽ, അത് ഈ ലോകത്തിൽ വെച്ച് നമ്മൾ ആർജിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ വെച്ച് നമ്മൾ ആർജിക്കുന്ന ദൈവകൃപയുടെ നിറവാണ് സത്യത്തിൽ നമ്മളെ ദൈവ പൈതങ്ങളാക്കി, ദൈവദാസരാക്കി, ദൈവത്തിൻ്റെ പ്രിയഭാജനങ്ങളാക്കി മാറ്റുന്നത്. അങ്ങനെ മാറ്റുന്ന ദൈവം നമ്മളെ പരിപൂർണമായിട്ട് തൻ്റെ ആ സ്നേഹ നിറവിലേക്ക്, ഐക്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ മാടി വിളിച്ച് തൻ്റെ ഐക്യത്തിലേക്ക്, രക്ഷയിലേക്ക് മാടി വിളിക്കുന്ന ദൈവത്തോട് ഞാൻ വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ നോ പറയുന്നു. അങ്ങനെ നോ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമായി വരുന്ന സാത്താനോട്, നുണയനും നുണയുടെ പിതാവ് കൊലപാതകമായ സാത്താനോട്, യോഹന്നാൻ 10:10, യോഹന്നാൻ 8:44, ആ സാത്താനോട് ഞാൻ യെസ് പറയുന്നു. മധുരമോഹന വാഗ്ദാനങ്ങളും അവനും എന്നെ മാടി വിളിച്ചുകൊണ്ടിരിക്കുക. ജഡത്തിലൂടെയും ലോകത്തിലൂടെയും അവൻ്റെ ഉപകരണങ്ങളിലൂടെ, അവൻ്റെ കൂടെയുള്ളവരിലൂടെ എന്നെ മാടി വിളിച്ചുകൊണ്ടിരിക്കുക. ആ ദൈവത്തോട്, ആ പിശാചിനോട്, ദൈവത്തോടല്ല ആ പിശാചിനോട് ഞാൻ യെസ് പറയുന്നു. അതാണ് പാപം. അപ്പം പാപം ചെയ്യുന്ന ഓരോ നിമിഷവും പിശാചിനോട് യെസ് പറയുമ്പോൾ, ദൈവത്തോട് നോ പറയുമ്പോൾ ഒരു മഹാദുരന്തം ഉണ്ടാകും. അത് നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ധ്യാനിക്കും.
പാപത്തിൻ്റെ ഫലമായി നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മിലുള്ള ദൈവിക ഛായ, ദൈവസാദൃശ്യം അതിന് മങ്ങലേൽക്കുന്നു. നമുക്ക് ദൈവൈക്യം നഷ്ടപ്പെടുന്നു. ദൈവത്തിൻ്റെ ഈ കൃപ ആർജിക്കുന്ന കാര്യം അവിടെ വെച്ച് ബ്ലോക്കായിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ, നമ്മിലേക്ക് വരുന്ന ദൈവകൃപ ഇല്ലാതാകുമ്പോൾ, അതിന് പകരമായി മറ്റൊരു തിന്മയുടെ ശക്തി കടന്നു വരുന്നുണ്ട്. അതിനെക്കുറിച്ച് തുടർന്ന ദിവസം നമ്മൾ ധ്യാനിക്കും. അപ്പം പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാല ധ്യാനചിന്തയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ തമ്പുരാനോട് യെസ് പറയേണ്ടതിന് പകരം, നിരന്തരമായി യെസ് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിന് പകരം, പിശാചിനോട് യെസ് പറഞ്ഞ് ദൈവത്തോട് നോ പറഞ്ഞ് ജീവിച്ച പാപ നിമിഷങ്ങളെ കണ്ടെത്തുക. അപ്പോൾ പിശാചിനോട് എപ്പോഴെങ്കിലും യെസ് പറഞ്ഞാൽ അത് ദൈവത്തോട് നോയോ ആണ്. ദൈവത്തോട് നോ പറഞ്ഞാൽ അത് പിശാചിനോടുള്ള യെസ് ആണ്. എൻ്റെ ആത്മീയ ആരോഗ്യത്തിന് അനിവാര്യമായ ദിവ്യകാരുണ്യത്തിലൂടെയുള്ള ജീവൻ പ്രാപിക്കല് ദൈവം എനിക്ക് അവസരം ഒരുക്കി വെച്ചിരിക്കുന്ന സഭയിൽ. അപ്പം ഞാൻ ആ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നില്ല, കൃപയോടുകൂടി കുർബാന സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ സാത്താനോട് യെസ് പറയുകയും ദൈവത്തോട് നോ പറയുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് അങ്ങനെ ദൈവകൃപ നഷ്ടപ്പെടുത്തി കളഞ്ഞ എല്ലാ പാപ നിമിഷങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്യാം. കർത്താവെ, പിശാചിനോട് യെസ് പറഞ്ഞ് അങ്ങയോട് നോ പറഞ്ഞും ഞാൻ പാപം ചെയ്ത് ദൈവകൃപ നിറവ് നഷ്ടപ്പെടുത്തിയ നിമിഷങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് മാപ്പപേക്ഷിക്കുന്നു. എന്നോട് കരുണ തോന്നി എൻ്റെ പാപങ്ങൾ പുറത്തെന്നെ വിശുദ്ധീകരിക്കണമേ. നിരന്തരം അങ്ങയോട് യെസ് പറഞ്ഞുകൊണ്ട് പിശാചിനോട് നോ പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.